അങ്ങനെ വെൽക്കം ടു നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ ഞാൻ ക്യാമറ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ബാക്കിലെ റൂമിൽ ലൈറ്റ്, നമ്മളെ ക്യാമറയുടെ ബാക്കിൽ ലൈറ്റ് വന്നാൽ ഫേസ് ഒരുമാതിരി ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ഓഫാക്കി വന്നിട്ട് ഞങ്ങൾ എൻ്റെ പോണ് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തീരെ സുഖമില്ല ഗൈസ്. ഞാൻ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് മുന്നേ ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമാണ് ഉണ്ടായത്. അപ്പോൾ 50 ഡോസിൻ്റെ ടാബ്ലറ്റാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തോ ഒരു ഡിസ്കംഫർട്ടിക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യുക, ഹെയർ ഫോള്, പിന്നെ ഒരു ക്ഷീണം, കുഴക്കം, അങ്ങനെ എനിക്ക് പാടെ. അപ്പോൾ തൈറോയ്ഡ് കൺസൾട്ട് ചെയ്ത് നോക്കിയിട്ട് ഒരു 6 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ചെയ്തൊക്കെ വിചാരിച്ചു. ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷം ആന പോലെ തടിച്ചിരുന്നു. അതായത് ഒരു 60 ആ ഒരു വെയിറ്റിലേക്ക് ഗെയിൻ ആയിരുന്നു കേട്ടോ. കാര്യമായിട്ടൊന്നും കഴിക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷേ എല്ലാവരും പറഞ്ഞിരുന്നു പ്രസവശേഷമുള്ള തടിയാണ്. അതല്ല എനിക്ക് എല്ലാം ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് തൈറോയ്ഡ് ഏറ്റവും പീക്ക് ലെവലാണെന്നായിരുന്നു. പിന്നെ ടാബ്ലറ്റൊക്കെ എടുത്തിട്ട് കുറഞ്ഞ് ഞാൻ നോർമൽ സ്റ്റേജിൽ എത്തിയതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ തുന്നെ ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിയോടെ കുറത്തേൻ്റെ വർത്താനം പറഞ്ഞിരുന്ന് ഞാനും ചെക്കന്മാരും കൂട്ടിയിട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയി ഞാനൊന്ന് വിറ്റമിൻ ഡി കൂടി ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. എനിക്ക് നല്ലോണം ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ തൈറോയ്ഡും വിറ്റമിൻ ഡിയും കൂടി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ വല്ലപ്പോഴുള്ള അവിടെ തന്നെ കൊടുത്തിട്ട് പോന്നു. വൈകുന്നേരം റിസൾട്ട് ഇട്ടുള്ളൂ. വൈകുന്നേരം ചേച്ചി പോണ കൂട്ടത്തിൽ എൻ്റെ പിറന്നെയും പോവാൻ പുറപ്പെട്ടു ഗൈസ്. ഈ ചെങ്ങായി പോകുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആ സത്യം പറഞ്ഞാൽ ഞാൻ ഓനെ അന്ന് വീട്ടിലാക്കിയിട്ട് അമ്മമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഓരോ സങ്കടം ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷെ നിൻ്റെ പിറന്നീനെ ഇട്ടിട്ട് ഓന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനൊക്കെ ആയി എന്നുള്ള റിയലൈസേഷനിക്ക് വന്നപ്പോൾ സങ്കടം വരും. ഓന് ഇവിടെ വീട്ടിൽ കളിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ചേച്ചി വന്നപ്പോൾ തന്നെ പോണം എന്നൊരു ടെൻഡൻസി ഓനുണ്ട്. അപ്പോൾ അവിടെ 2 ചേച്ചീൻ്റെ കുട്ടികളുണ്ടല്ലോ. അപ്പം അവൻ പോവാന്ന് വെച്ചിട്ട് എല്ലാവരും ടാറ്റ പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ കൊണ്ടുപോയിട്ട് എനിക്ക് കുഴപ്പമില്ല. ഇടയ്ക്ക് അവന് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓന് ഹാപ്പി ആണെങ്കിൽ ഓന് ഹാപ്പി ആവട്ടെ. ഇവിടെ വീട്ടിൽ കിടന്ന് ഇങ്ങനെ പറയണേക്കായി നല്ലതല്ലേ കുട്ടികളുടെ കൂടെ കളിക്കാൻ. എനിക്കിഷ്ടമാണ് ഓന്. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓനെ പിടിച്ചേക്കാറില്ല. ഓൻ പോട്ടെ, ഓൻ ഹാപ്പി ആവട്ടെ, ആ ഒരു മൈൻഡാണ് എനിക്ക്. പക്ഷെ അവൻ പോകുന്ന ഒരു മൊമെൻറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. എനിക്ക് എൻ്റെ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ ഇല്ലാതെ നിൽക്കുക എന്നൊക്കെ പറയണത് ഐ കാൺട്ട് ഇമാജിൻ. പക്ഷെ ആ പോയൊരു മൂമെൻറ്റ് സത്യം പറഞ്ഞാൽ സ്റ്റക്കായി പോയി. എനിക്കിനൊന്നും ചെയ്യാല്ലാത്ത പോലെയൊക്കെ ആകെപ്പാടൊരു കലപല എന്നുണ്ടാകുന്ന പെട്ടെന്ന് ശൂന്യമായിക്ക് എന്താ പറയണ്ടേന്ന് പറയാം. ഇടം നെഞ്ചിലൊരു വേദന ഗൈസ്. പിന്നെ ഞാൻ തുന്നുന്ന സ്ഥലത്ത് വന്നപ്പോൾ ചെക്കൻ്റെ വണ്ടി നിറയെ വണ്ടി. അത് കണ്ടപ്പോൾ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചേച്ചി വീഡിയോ അയച്ചു തന്നപ്പോൾ പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഒരാളവിടെ ഓനും എൻ്റെ ചേച്ചിമാരുടെ കൂടെ ചില്ല് വൈബാണ്. പിന്നെ ഞാൻ വെറുതെ എക്സ്പ്രഷൻ ഇട്ടിട്ട് നാറ്റിക്കുന്നില്ല വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ പണികൾ കിടന്നു. ഓനവിടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പിന്നെ ഞങ്ങൾ നേരെ തുന്നാൻ വേണ്ടിയിട്ട് വന്നു. രാവിലെ ഏകദേശം ഒരു 7 മണി മുതൽ 12 മണി വരെയൊക്കെ അവിടെ ഇരിക്കുള്ളൂ കേട്ടോ. അതിന് ശേഷം ഭയങ്കര ചൂടായിരിക്കൂല. പിന്നെ ഞങ്ങൾ 3 മണി ശേഷം 4 മണിയൊക്കെ ആയിട്ടേ വരുള്ളൂ. പിന്നെ രാത്രി ഒരു 9:30 10 11 ആ റേഞ്ചിലൊക്കെ ഇരിക്കും. അപ്പോൾ ശരി ഗൈസ്, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.